ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് മത്തൻ്റെ പൂവും കൊണ്ട് ഒരു ചാറുകറി ഉണ്ടാക്കാവേ. പെട്ടെന്നാക്കി എടുക്കാൻ നല്ല ടേസ്റ്റും ആവും കേട്ടോ. അതിന് നമുക്കൊരു തക്കാളിയും ഇച്ചിരി കരിയാപ്പിലയും വെളുത്തുള്ളി 2 അല്ലിയൊക്കെ മതിയേ. ചുവന്നുള്ളി ഒരു 2-3 അല്ലി ചുവന്നുള്ളിയും കൂടെ എടുത്തേച്ച് അത് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഒത്തിരി ചെറുതായിട്ട് അരിയാൻ വേണ്ടേ. അത്രയും സാധനങ്ങൾ മതി. ഞാൻ പിന്നെ രാവിലെ മീനും വറുത്ത് അയല മീനാണ്, മീനും വറുത്ത് ബീറ്റ്റൂട്ട് തോരനൊക്കെ വെച്ച് പിള്ളേർ സ്കൂളിലും കോളേജിലൊക്കെ പോയതാണ്. ഇനി ഉച്ചക്കത്തേക്ക് ഞാൻ ഈ ചാറ് വെക്കുന്നതുകൊണ്ട് കാണിക്കുന്നതാണ്. ഇങ്ങനെ ആരും ഉണ്ടാക്കാറില്ലെന്ന് തോന്നുന്നേ, അതുകൊണ്ട് കാണിക്കുന്ന കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചേച്ച് ഉലുവായും എടുത്ത് വെച്ച് നമ്മൾ ഈ ചേരുവകളെല്ലാം കൂടെ കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണേ. അതിൻ്റെ അകത്ത് ഈ തക്കാളിക്ക ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പകരം ഇച്ചിരി പുളി ചേർത്താൽ മതിയേ. ഒരു പുളിരസം കിട്ടാൻ വേണ്ടി കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തേച്ച് പിന്നെ ആവശ്യത്തിന് വേണ്ടുന്നത് നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടുന്നത്ര ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഇച്ചിരി കൂടിയ അളവിലെ. എന്നിട്ട് ആ ഉപ്പും കൂടെ ചേർത്ത് വെച്ച് ഞാൻ സാമ്പാർ പൊടി ചേർക്കും കേട്ടോ. അത് എല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി എരിവിന് സാധനങ്ങൾ, കാരണം എല്ലാ എരിവും കൂടെ ആകുമ്പം ഭയങ്കര എരിവാകും കേട്ടോ. ഒരു ചെറിയ പകുതി സ്പൂണോളം സാമ്പാർ പൊടി ഇട്ടിട്ട്, ഇത് അച്ചാർ പൊടിയാണ്, കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടും. ഞാൻ സാമ്പാറിൻ്റെ അകത്തൊക്കെ അച്ചാർ പൊടി ഇടാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് എത്ര വെള്ളമാണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഇപ്പോൾ ആ കുരുമുളകിൻ്റെ സാമ്പാർ പൊടിയുടെ അച്ചാർ പൊടിയുടെ എല്ലാത്തിൻ്റെയും എരിവാകുമ്പോഴത്തേനും ആവശ്യത്തിന് നല്ല എരിവായിക്കോളും. അതാ കുറേശ്ശെ ഇടണമെന്ന് പറഞ്ഞത്. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ മത്തൻ്റെ പൂ ഇതുപോലെ പിച്ചിപ്പറിച്ച് അതിനകത്തോട്ട് ഇടണേ. ഇത് തിളച്ച് കിട്ടിയാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ മത്തൻ്റെ പൂ ഇല്ലയെന്ന് എല്ലാവരുടെയും കൈ കാണുകയല്ലേ വീട്ടിലൊക്കെ. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചീരയുടെ ഇല, ഏതെങ്കിലും ഒരു ചീരയുടെ ഇല ഈ സമയമാകുമ്പോൾ പറിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല ചാറുകറിയാണ്. ചാറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചു കേട്ടോ. ബാക്കി കറികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാവേ. ബൈ.